ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 269. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 6 അനുഭാഗം 12 സൂക്തം 121. ഇത് ബന്ധനത്തിലൂടെയുള്ള പാപത്തെ പറ്റിയാണ് പറയുന്നത്. എന്താണ് ബന്ധനം, എന്താണ് പാപം? പാപം എന്ന് നമ്മളെപ്പോഴും നമ്മൾ പാപിയാണ് എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടുണ്ടാകുമ്പോഴാണ് നമ്മൾ പാപിയാണെന്ന് പറയുന്നത്. എപ്പോഴാണ് കഷ്ടപ്പാടുണ്ടാവുക? നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ, പലവിധ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കഷ്ടപ്പാട് അതിൻ്റെ കൂടെയുണ്ട്. പാടുപെടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ചെടി നടണ്ടിക്ക് തന്നെ പാടുപെട്ടാലേ പറ്റൂ. എന്തെല്ലാം തടസ്സങ്ങളുണ്ടാവും? ഭൂമി മാന്താൻ നോക്കുമ്പോൾ അതിനുള്ള സാധനം ഉണ്ടാവില്ല. പിന്നെ കൈയോണ്ട് ഇങ്ങനെ മാന്തി നോക്കേണ്ടി വരും. എല്ലാം പാട് തന്നെയാണ്, കഷ്ടപ്പാട് തന്നെയാണ്. ഭാരം, അധിക ഭാരങ്ങൾ, അപ്പോൾ ഇതെല്ലാം കഷ്ടപ്പാടാണ്. അപ്പോൾ പാപം എന്ന് പറയുമ്പോൾ ഈ കഷ്ടപ്പാടുണ്ടാകുമ്പോഴാണ് നമ്മൾ പാപം എന്ന് കണക്കാക്കുന്നത്. അപ്പം പാപത്തെ നമ്മൾ കഷ്ടപ്പാടുമായിട്ട് ബന്ധിപ്പിക്കണം. കഷ്ടപ്പാടുന്നത് രോഗം കൊണ്ടുണ്ടാകും, എല്ലാം ഉണ്ടാക്കാം, കർമ്മങ്ങളെ ഫലമായിട്ട്. കാരണം ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം ഇതിലെ തമോ ഗുണപ്രകാരം, രജോ തമോ ഗുണപ്രകാരം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രതിബന്ധത്തെ മറികടന്നുകൊണ്ടാണ് കർമ്മം ചെയ്യേണ്ടത്. ഒരു മേശനെ തള്ളി നീക്കണമെന്ന് വെച്ചാലും ആ മേശ അതിനെ എതിർക്കും. കാരണം അവിടെ തന്നെ നിൽക്കാനാണ് ന്യൂട്ടൻ്റെ 1st ലോ പ്രകാരം, അല്ലെങ്കിൽ സത്വഗുണപ്രകാരം ഒരു വസ്തുവിനെ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതിനാണ് ടെൻഡൻസി. അതിൽ നിന്ന് മാറ്റം വരുത്തേണ്ടിക്ക് നമ്മൾ എന്തെങ്കിലും ബലം പ്രയോഗിച്ച് പറ്റും. അപ്പോൾ അതിനാണ് രജോ ഗുണം, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ 1st ലോ എന്ന് പറയുന്നത്. ആ ബലം പ്രയോഗിക്കുമ്പോൾ അത് എതിർക്കും. എന്തിനു വേണ്ടി എതിർക്കുന്നത്? വേണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. അതിനെയാണ് തമോ ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, ന്യൂട്ടൻ്റെ 3rd ലോ. അപ്പം എതിർപ്പിനെ മറികടന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ പലവിധ എതിർപ്പുകൾ ഉണ്ടാവാൻ, അപ്പോഴാണ് നമുക്ക് കഷ്ടപ്പാടുണ്ടാകുന്നത്. കഷ്ടപ്പാടുണ്ടാകുമ്പോഴാണ് നമ്മൾ പാപികളായിട്ട് തീരുന്നത്. അല്ലെങ്കിൽ ഒരു കർമ്മവും ചെയ്യാതെ നിൽക്കണം, നമുക്കിതിലൊന്നും താല്പര്യമില്ല എന്ന് വെക്കുമ്പോൾ ആ ഒരവസ്ഥക്കാണ് നമ്മൾ സന്യാസം എന്നെല്ലാം പറയുന്നത്. നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒന്നിലും താല്പര്യം നശിച്ചു പോയാൽ പിന്നെ നമുക്കൊന്നും വേണ്ട, ഭക്ഷണവും വേണ്ട, കിട്ടിയാലും വേണ്ടിയില്ല, കിട്ടിയില്ല, നമ്മൾ ഈ ശരീരത്തെ തന്നെ വേണ്ട എന്ന് കളയുകയാണ്. അപ്പോൾ പാപമുക്തി. എല്ലാത്തിടത്തോളം എന്ത് കർമ്മം ചെയ്യുമ്പോഴും തടസ്സമുണ്ടാകും, അതിനെ മറികടക്കണം. അതൊരു യുദ്ധമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതായത് ആക്ഷനും റിയാക്ഷനും തമ്മിലുള്ള യുദ്ധം, കർമ്മവും പ്രവർത്തനവും തമ്മിലുള്ള യുദ്ധം. അതിൽ വിജയിച്ചിട്ടാണ് നമ്മൾ ഉന്നതിയിലേക്ക് എത്തുക. അല്ലാതെ ഒരു വഴിയില്ല. അപ്പോൾ എതിർക്കുമ്പോൾ, നമുക്ക് കർമ്മം ചെയ്യുമ്പോഴാണ് കഷ്ടപ്പാടുണ്ടാകുന്നത്, പാപികളായി മാറും. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പാപികളായിട്ടാണ്. വേദം പറയുന്നത് ഒരു നിമിഷം പോലും നമ്മൾ കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഓരോ സമയം എന്തോ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്വാസം വലിക്കുന്നത് തന്നെ ബലം പ്രയോഗിച്ചിട്ടാണ്. ശ്വാസം വലിക്കണ്ടിക്ക് തന്നെ അതിന് ഊർജം വേണം. അതിൻ്റെ ശക്തി ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയിട്ടാണ് നമ്മൾ ശക്തിയിൽ ശ്വാസം, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളെ ശരീരം അതിനെതിരായിട്ട് ആ ശ്വാസം വലിക്കുന്നതിനും മസിലുകളെല്ലാം പിടിക്കുന്നുണ്ട്. അങ്ങനെ ശ്വാസമൊന്നും വലിക്കണ്ട. പക്ഷേ ശരീരം ഊർജം ഉപയോഗിച്ചുകൊണ്ട് മസിലുകളെ ശക്തിയാൽ ശ്വാസം വലിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കർമ്മം ചെയ്യാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതാണ് പാപം. ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ടേ മുന്നോട്ട് പോകാൻ പറ്റും. എന്ത് ചെയ്യണം? കുട്ടികൾ തന്നെ എണീച്ച് കിടക്കാൻ എന്തെല്ലാം പാടുപെട്ടിട്ടാണ്. അപ്പം പിന്നെയുള്ളത് ബന്ധനമാണ്. ബന്ധനം എന്ന് പറയുമ്പോൾ മനുഷ്യൻ സമൂഹ ജീവിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, പരസ്പരം. കാരണം മനുഷ്യനെ തന്നെ ഒറ്റയായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്ന, പൂർണ്ണനല്ല. അർദ്ധനാരീശ്വരൻ എന്ന സങ്കല്പം അതാണ്. പുരുഷനും സ്ത്രീയും കൂടിയാൽ മാത്രമേ പൂർണ്ണമാകുന്നുള്ളൂ. പുരുഷൻ ഒറ്റയ്ക്ക് പൂർണ്ണമല്ല. അപ്പം ബന്ധനങ്ങൾ വേണം. ബന്ധനങ്ങളുണ്ടാകുമ്പോൾ പലതരം ബന്ധനങ്ങളിലൂടെയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ബന്ധനപരമായിട്ട് എന്തുണ്ടാവും?
ശത്രുത എതിർപ്പുകൾ ഉണ്ടാവും. നമ്മൾ ഒരാളോട് അടുപ്പുണ്ടാകുമ്പോൾ വേറൊരാളോട് എല്ലാത്തിനും ദ്വയമുണ്ട് എന്നതുകൊണ്ട് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് ശത്രുവായിട്ട് ആൾക്കാർക്ക് നമ്മളെ ഒരു മോശം കണ്ണുകൊണ്ട് കാണും. അങ്ങനെ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോവുകയാണ്. ഇതെൻ്റെ മോൻ എന്ന് പറയുമ്പോൾ മറ്റേ കുട്ടിക്ക് എന്തുണ്ടാവും? ഇവന് ഇങ്ങേര് എൻ്റെ ആരുമല്ല. ആ ചിന്ത ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുക. ആ ബന്ധം ജനിക്കുമ്പോൾ തന്നെ മക്കൾ, ഭാര്യ, അമ്മ, അച്ഛൻ, ഈ ഒരു ബന്ധം വന്നു പോവുകയാണ്. ആ ബന്ധമില്ലാതെ നമുക്ക് ജനിക്കാൻ പറ്റില്ല. ജനിക്കുമ്പോൾ നമ്മൾ ചിലരോട് ബന്ധം വന്നു, അവർ നല്ലതാണോ മോശമാണോ എന്നുള്ള ചിന്ത അവിടെ ഇല്ല. അവരെ വശമാണ് പിന്നെ നമുക്ക് ശരി. നമ്മൾ അച്ഛനും അമ്മയും എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ അവരെ പക്ഷത്തേക്ക് ചേർന്ന് കഴിഞ്ഞു. ഒരു കള്ളൻ്റെ മകനായി ജനിച്ചാലും ഒരു പോലീസിൻ്റെ നീതിമാനായ പോലീസിൽ തന്നെ രണ്ട് കാര്യം ഉണ്ടാവല്ലോ. അധർമ്മത്തിനെതിരായുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അത് ജനിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്തിൽ ബന്ധനത്തിലാകപ്പെട്ടു. പിന്നെ അവരെ ശരി കണ്ടുകൊണ്ടാണ് പിന്നെ നമ്മളുടെ ഈ ബന്ധനങ്ങളിലൂടെ അപ്പം പിന്നെ ശത്രുതയും വരും. ബന്ധനം എന്ന് പറയുമ്പോൾ തന്നെ ശത്രുതയുണ്ട്. അപ്പം ഇതിനെല്ലാം ഏറ്റുമുട്ടിക്കൊണ്ടാണ് ജീവിതത്തിൽ അതുകൊണ്ട് ശാന്തി ലഭിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ കർമ്മം ഈ ബന്ധനത്തിലൂടെയാണ്, പിന്നെ ഒരു ഏറ്റുമുട്ടലിലൂടെയാണ്. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് പാര വെക്കാൻ വേറെ ആൾക്കാരുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ പാര വെക്കുന്നത്? നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് അതിനെ മാറ്റുകയാണ്. അപ്പോൾ അവിടെ എതിർപ്പ് സ്വാഭാവികമുണ്ടായി. ന്യൂട്ടൻ്റെ തേർഡിലും അതാണ് പറയുന്നത്. തമോ ഗുണം അതാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രകൃതിയിലൊരു തത്വം അതിഷ്ടപ്പെടുന്നില്ല. പഴയതിലേക്ക് പിടിച്ചു വെക്കാൻ ശ്രമിക്കും. അതിനെ മറികടന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ശത്രുത ഓട്ടോമാറ്റിക്, അത് പ്രകൃതി നിയമമാണ്. നമ്മൾ എന്ത് പുരോഗതിക്ക് ശ്രമിക്കുമ്പോഴും പാരവെപ്പ് എന്ന ഒരു വിഭാഗം ഉണ്ടാകും. അവരെ ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെ കിടന്നിട്ട് ദുഃഖിച്ചിരിക്കാനേ പറ്റുകയുള്ളൂ. അപ്പം ഈ ബന്ധനങ്ങളിലൂടെയാണ് പാപങ്ങളുടെ ഇതെല്ലാം ഇരട്ടിയായിട്ട് വരുന്നത്. ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. അതിൽ നിന്ന് നമുക്ക് മോചനമില്ല. അപ്പോൾ ആര് വിചാരിക്കണം മോചനത്തിന്? ആ ശക്തി തന്നെ വിചാരിക്കണം. അത് ആ തത്വമാണ് ഈ മന്ത്രത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 12 സൂക്തം 121. ഋഷി കൗശികൻ ദേവത അഗ്നിയാദികളായിട്ടുള്ള മന്ത്രോക്താക്കള് ഛന്ദസ് അനുഷ്ടുപ്പ് തൃഷ്ടുപ്പ്. വിഷാണാപാശാൻ വേശ്യാധ്യസ്മത് യാ ഉത്തരം അധമാ വാരുണായേ ദുഷ്വപ്നം ദുരിതം നിഹി ശ്വാസ്മദധാ ഗച്ഛേമ സുകൃതസ്യ ലോകം യത് ദാരുണി ബധ്യസേ യച്ച രജ്വാം യത് ഭൂമ്യാം ബധ്യസേ യച്ച വാചാ അയം തസ്മാത് ഗാർഹ്യപത്യോ നോ അഗ്നിരുദിന്നയാതി സുകൃതസ്യ ലോകം ഉദഗാദാം ഭഗവതി വിചൃതൗ നാമ താരകേ പ്രേഹാമൃതസ്യ യച്ഛതാം പ്രൈതു ബദ്ധകമോചനം ഹി ജിഹീഷ്വ ലോകം കൃണു ബന്ധാമുശ്ചാസി ബദ്ധകം യോന്യാ ഇവ പ്രച്യുതോ ഗർഭഃ പഥഃ സർവ അനുക്ഷ്യ. ഭാവാർത്ഥം: നിർതി, വരുണൻ മുതലായവർ ഉത്തമം, മധ്യമം, അധമം എന്നീ മരണാത്മകമായ പാശത്തെ തുറന്ന് പാപത്തിന്റെ ഫലമായ ദുസ്വപ്നത്തിൽ നിന്നും മുക്തമാക്കി സ്വർഗം പ്രാപ്തമാക്കണേ. തടി, കയർ, രാജകൽപ്പന മുതലായ പലവിധ ബന്ധങ്ങളിൽ നിന്നും ഗാർഹപത്നിയാഗ്നി രക്ഷപ്പെടുത്തട്ടെ. ദുഃഖങ്ങളുടെ ബന്ധനത്തിൽ നിന്നും രക്ഷിക്കുക. ഈ ദേവന്മാർ ബന്ധനപാശത്തിൽ നിന്നും കഷ്ടപ്പെടുന്ന പുരുഷനെ മോചിപ്പിക്കട്ടെ. മാതാപിതാക്കളുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വരുന്ന ശിശുവിനെ പോലെ നമ്മെ പാപത്തിൽ നിന്നും
മുക്തമാക്കട്ടെ. അപ്പൊ ഇവിടെ നിര്യതി, വരുണൻ മുതലായ വരുണനെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ഓർബിറ്റുകളിലൂടെയാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. ആറ്റത്തിന്റെ ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. അപ്പൊ രാസപ്രവർത്തനങ്ങളെല്ലാം ഈ ഓർബിറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ പ്രപഞ്ചത്തിന്റെ കർമ്മങ്ങളെല്ലാം ഈ വരുണനെയും നിര്യതി ദേവൻ, നിര്യതി എന്ന് പറഞ്ഞാൽ എതിർപ്പിന്റെ ദേവനെയാണ്. വേണമെങ്കിൽ തമോ ഗുണത്തിന്റെ ദേവനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ റിയാക്ഷന്റെ ദേവനായിട്ട് എടുക്കാം. ആരെന്തിനെ? നിര്യതിനെ. അതുതന്നെ ഉത്തമം, മധ്യമം, അധമം എന്നീ മരണാത്മകമായ പാശത്തെ തുറന്ന്, അതാണ് നമ്മളെ പലതരം ബന്ധനങ്ങളിൽ അകപ്പെടുത്തിക്കൊണ്ട്, അതാണ് പാശം, കർമ്മപാശം. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഒരു പാശത്താൽ ബന്ധിപ്പിക്കപ്പെടുകയാണ്. ആ കർമ്മത്തിലോട്ട് നമ്മൾ ആ പാശത്തെ, നമ്മളെ ബന്ധിച്ചിരിക്കുന്ന പാശത്തെ, അതായത് സത്വഗുണത്തെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വസ്തുവിനെ അതേ സ്ഥിതിയിൽ തുടരാനാണ് താല്പര്യം. നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ അത് എതിർക്കും. അപ്പം അങ്ങനെ ചെറിയ എതിർപ്പ് മുതൽ വലിയ എതിർപ്പുണ്ട്. ഒരു ചോറുണ്ടാക്കുന്നത് ചെറിയ എതിർപ്പാണ്. ചോറിനെ, അരിനെ പദം വരുത്തേണ്ടിക്ക് അരി എതിർക്കും. പദം വരുത്താൻ ശ്രമിക്കുമ്പോൾ ദർ ഈസ് എ റിയാക്ഷൻ, എതിർക്കും. അതൊരു ചെറിയ എതിർപ്പല്ലായിട്ട് അത് സാധാരണ. പക്ഷേ ചിലതെല്ലാം, ചില കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ മധ്യമമായിട്ടുണ്ടാവും, ഉത്തമമായിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ പല പാശങ്ങളെ തുറന്നിട്ടാണ് പാപത്തിൻ്റെ ഫലമായ ദുസ്വപ്നങ്ങളിൽ നിന്ന്, അപ്പം നമ്മൾ രാത്രി ഉറക്കം കിട്ടാതെ അവസ്ഥയും വരും, സ്വപ്നങ്ങൾ കാണും. ഈ എതിർപ്പുകളെല്ലാം വരുമ്പോൾ നമ്മൾ മനസ്സിലും സ്വപ്നങ്ങളിലൂടെയെല്ലാം ഇത് പ്രതിഫലിക്കും. അതിൽ നിന്ന് മുക്തമാക്കി സ്വർഗം പ്രാപ്തമാക്കണേ. അപ്പം പാപത്തിൻ്റെ ഓപ്പോസിറ്റാണ് സ്വർഗം. സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? ശാന്തതയാണ്. നമുക്ക് ശാന്തത കിട്ടുന്നുണ്ട്, അപ്പം സ്വർഗം കിട്ടുന്നുണ്ട്. എപ്പോൾ നമ്മൾ ആ പ്രതിബന്ധത്തെ മറികടന്നു കഴിഞ്ഞാൽ ഒരാശ്വാസമാണ്. ഇപ്പം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ജോലി കിട്ടുമ്പോൾ സ്വർഗം കിട്ടി. അന്നേരം നമ്മളെ സ്വർഗത്തിൻ്റെ അവസ്ഥയിലാണ്. പക്ഷേ ആ സ്വർഗം കുറച്ച് സമയത്തേ ഉള്ളൂ. പിന്നെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയൊരു കർമ്മം ചെയ്യുകയാണ്. കർമ്മം ചെയ്യുന്ന ഫീൽഡിലേക്കാണ്. അപ്പം കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഈ പാരവെപ്പുകളെല്ലാം വരും. പിന്നെ അതിനെ മറികടക്കുന്നതിൻ്റെ എപ്പോൾ ഒരു ജയം ഉണ്ടാകുമ്പോൾ സ്വർഗം കിട്ടി. അപ്പോൾ ഇവിടെ സ്വർഗം പ്രാപ്തമാക്കണേ എന്ന് പറയുകയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ പാപം മാറി കിട്ടുക, മനസ്സിന് സമാധാനം. അത് എപ്പോൾ കിട്ടുമോ? നമ്മൾ ഉദ്ദേശം സാധിക്കുമ്പോൾ സ്വർഗം തന്നെ. തടി, കയർ, രാജകൽപ്പന മുതലായ പലവിധ ബന്ധനങ്ങളിൽ നിന്നും തടിയിൽ പിടിച്ച് കെട്ടിയിടും. അതൊരു തരം ബന്ധനമാണ്. പണ്ട് കാലത്തെല്ലാം കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ തടിയോട് പിടിച്ച് കെട്ടിയിടുകയും. അപ്പം അങ്ങനെയുള്ള പ്രാദേശികമായ കയറൊരു ബന്ധനമാണ്. കയറ് എന്ന് പറയുന്നത് പലതരം കയറുണ്ട്. തടിയിൽ കെട്ടുന്ന കയറുമാകാം. നമ്മളൊരു പാശം ഈ പ്രപഞ്ചവുമായിട്ട് പലതരത്തിൽ ബന്ധനത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളത്. പിന്നെ രാജകൽപ്പന, രാജാവ് എന്ന് പറഞ്ഞാൽ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല ബന്ധനങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. സർക്കാർ നിലയിലുള്ള തീരുമാനങ്ങളെല്ലാം നമുക്ക് പാരയായി വരുമ്പോൾ അതിനെല്ലാം കുറിച്ച് അങ്ങനെ പലതരം ബന്ധനങ്ങളുണ്ട്. സാധാരണ പിടിച്ചു കെട്ടുന്ന ഉണ്ട് തൊട്ട് അതിൽ കയറ് എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം വീട്ടിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇന്ന് പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ട തന്നെ, അതൊരു ബന്ധനമാണ്. ഇങ്ങനെ പലതരം മുതലായ പലവിധ ബന്ധനങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ എത്രയോ ഉണ്ട്. ഈ മൂന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെയാണെന്നില്ല. എന്തെല്ലോ സാമൂഹികവും സാമ്പത്തികപരമായ പലതരത്തിലുള്ള ബന്ധനങ്ങൾ, രാഷ്ട്രീയെല്ലാം നമ്മൾ ബന്ധനങ്ങളിലാകപ്പെട്ട് നിന്നും ഗാഹ്യഭക്താക്തി രക്ഷിക്കപ്പെട്ട് നമ്മുടെ സാധാരണ ഗാഹ്യഭക്താഗ്നി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ സഹായത്താൽ നമ്മൾ അതിനെല്ലാം മറികടക്കേണ്ടത് എങ്ങനെയാണ്? ശക്തി ഉപയോഗിച്ചാണ് അതിനെ മറികടക്കേണ്ടത്. കയറാണെങ്കിൽ വെടിക്ക് കത്തിച്ച് മറികടക്കാം, വലിയ ശക്തി ഉപയോഗിച്ച് പൊട്ടിച്ച് മറികടക്കാം. അതിനെല്ലാം ഊർജം വേണം. അപ്പം പലവിധ ഇപ്പം രാജാവ് തന്നെ നമുക്കെതിരായിട്ട് പല നീക്കങ്ങൾ, ജനങ്ങൾക്കെതിരായിട്ട് നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജനങ്ങൾ തന്നെയാണ് അതിനെ പ്രതിരോധിച്ചിട്ട് ആ ബന്ധനങ്ങളിൽ നിന്നും മോക്ഷം നേടുന്നത്. അപ്പം അതിനെല്ലാം അഗ്നിയാണ് നമ്മളെ, ഊർജമാണ് നമ്മളെ സഹായിക്കുന്നത്. ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധനത്തിൽ നിന്നും മുക്തമാക്കി മൃത്യുഭയത്തിൽ നിന്നും രക്ഷിക്കുക. അപ്പം ഈ എല്ലാ ബന്ധനങ്ങളുടെയും
ദുഃഖങ്ങളുടെയും പാപങ്ങളുടെയും എല്ലാം അവസാന ഫലം എന്താണ്? മരണമാണ്. നമ്മൾ എന്തും അയ്യോ നമ്മൾ മരിച്ചു പോകുമെന്നുള്ളതാണ് ഏറ്റവും. എന്തെങ്കിലും ഒരു എതിർപ്പിന് പോകുമ്പോൾ സാഹസികമായ പ്രവർത്തനത്തിലൂടെയെല്ലാം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഉണ്ടാകുന്ന മാക്സിമം ഉണ്ടാകാവുന്ന ആ പാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമാണ്. അതിൽ കൂടുതൽ പറയൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുക്തി പാപം എന്ന് പറയുന്നത് മരണത്തെ തന്നെയാണ്. ആ മരണത്തോടു കൂടി തന്നെ പിന്നെ അതിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഒരു പാപവും നമ്മളെ ഏൽക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ ദേവന്മാരെല്ലാം ബന്ധനപാശത്തിൽ നിന്നും കഷ്ടപ്പെടുത്ത പുരുഷനെ മോചിപ്പിക്കട്ടെ. അപ്പം നമ്മളെ നിയന്ത്രിക്കുന്ന പല ദേവതകളുണ്ട്. ഗ്രഹങ്ങളെല്ലാം ദേവതകളാണ്. അപ്പം ഓൾറെഡി ഒരു പ്ലാൻ അനുസരിച്ചാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം കർമ്മം ചെയ്യേണ്ട ആ ശക്തി തന്നെയാണ് നമ്മുടെ രക്ഷകരായിട്ട് വരുന്നത്. ഇപ്പം നമ്മളെ കൊണ്ടൊരു കർമ്മം ചെയ്തിട്ട് ഒരു പുരോഗതിയിലേക്ക് ലോകത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ഇറങ്ങി തിരിപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടാവും. പക്ഷേ നമ്മളെ രക്ഷിക്കുന്ന ആരാണ്? ആ ശക്തി നമ്മളെ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് അത് ജയിച്ചിട്ട് നമ്മൾ വിജയിക്കും. അപ്പം ദേവന്മാർ തന്നെയാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. ഇപ്പം അർജുനനെ രക്ഷിച്ചതാരാണ്? കൃഷ്ണനാണ് പിന്നിൽ നിന്നതുകൊണ്ട്. എല്ലാ അർജുനൻ്റെ കഴിവാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അർജുനിലൂടെ കുറേ അധർമ്മികളെ ഇല്ലാതാക്കാനുള്ള ജോലിയുണ്ട്. അതിനാണ് അർജുനനെ സൃഷ്ടിച്ചത്. അർജുനിലൂടെ കൃഷ്ണനെ കാലമാണ് ചെയ്യുന്നത്. അപ്പം ദേവതകളാണ് നമ്മളെ മുന്നോട്ടേക്ക് മോചിപ്പിക്കുന്നത്. അപ്പം മാതാപിതാക്കളുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വരുന്ന ശിശുവിനെ പോലെ നമ്മെ പാപത്തിൽ നിന്നും മുക്തമാകട്ടെ. മാതാപിതാക്കളുടെ ഗർഭത്തിൽ നിന്ന് നമ്മൾ കുട്ടികൾ പുറത്തേക്ക് വരുന്ന എത്ര പാടുപെട്ടിട്ടാണ്. അത് ശാസ്ത്രീയമായി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഭഗീരഥ പ്രയത്നമാണ്. കുട്ടി ഇങ്ങനെ പാടുപെട്ട് തിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അതാരാണ് ചെയ്യുന്നത്? നമ്മളാണ്. എല്ലാ ശക്തിവിശേഷമാണ്, പ്രപഞ്ചമാണ്, പ്രകൃതിയാണ് ആ കുട്ടീനെ കൊണ്ട് പരിശ്രമിപ്പിച്ചിട്ട്, കുട്ടിയും പരിശ്രമിക്കുന്നുണ്ട്, ആ മാതാവും എല്ലാം പരിശ്രമിക്കുന്നുണ്ട്. അതിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. കുട്ടിയുടെ മാംസപേശികളും മാതാവിൻ്റെ മാംസപേശികളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു പ്രകൃതി, ഒരു ശാസ്ത്ര തത്വങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെയാണ് എല്ലാ അവയവങ്ങളെയും അതിനനുസരിച്ച് പ്രവർത്തിപ്പിച്ചിട്ട് കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പം പുറത്ത് കൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയാണ്? കർമ്മങ്ങൾ ചെയ്ത് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുവാനാണ്. അപ്പം അവനെ കൊണ്ട് കർമ്മം ചെയ്തിട്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതും ഈ ശക്തിവിശേഷമാണ്. അതിനാണ് ദേവതകൾ എന്നെല്ലാം പറയുന്നത്. ആ പലതരം ശക്തിവിശേഷങ്ങൾ. അപ്പം ആ ദേവതകൾ തന്നെയാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. നമ്മൾ രക്ഷപ്പെടേണ്ടത്, നമ്മളൊരു കർമ്മം ചെയ്താൽ ഫലം കിട്ടണോ വേണ്ടയോ എന്നുള്ള അർജുനനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, നീ ചെയ്തേച്ചാൽ മതി. അത് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറമൊന്നും ഇല്ല. അപ്പം ഇതിൽ നിന്നെല്ലാം ജീവിതം എന്നത് തന്നെ ഒരു പാപമാണ്. പാപിയായിട്ടാണ് ജനിക്കുന്നത്, പാപിയായിട്ട് തന്നെ മരിക്കുന്നത് വരെ പോകണം. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മുക്തമായി. പിന്നെ ഒരു പാപവും നമ്മളെ പിടിപെടില്ല. അതുവരെ പാപികൾ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് ഓരോ കർമ്മത്തിൽ ജയം നിൽക്കുമ്പോൾ അന്നേരം സ്വർഗം കിട്ടും. പിന്നെ മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗം തന്നെയാണ്. പിന്നെ പാപമൊന്നുമില്ല, ദുഃഖമില്ല, കഷ്ടപ്പാടില്ല. അവസ്ഥക്കാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇപ്പം സ്വർഗം എന്നത് പ്രത്യേകിച്ചൊന്നും വേണ്ട, മരിക്കുന്നത് തന്നെ സ്വർഗം തന്നെയാണ്. അല്ല വേറെ പ്രത്യേകിച്ച് സ്വർഗമൊന്നുമില്ല. പിന്നെ ഒരു സ്വർഗമുണ്ട്, പ്രപഞ്ചഘടനയുടെ ഭാഗമായിട്ട് ഒരു സ്വർഗം മുകളിലുണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്.